സംസ്ഥാനത്തെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് അതിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് എത്തുകയാണ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകൾ ജനവിധി എഴുതുമ്പോൾ 60%-ലേറെയായിരിക്കുന്നു പോളിംഗ് ശതമാനം. വലിയ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് ഇപ്പോൾ നമുക്കൊപ്പം. ഷഹദ്, ഇനി അല്പസമയം കൂടിയേ ബാക്കിയുള്ളൂ. ഷഹദ് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? പൊതുവെ കോഴിക്കോട് ജില്ലയിലെ പോളിംഗ്. സ്മിത, ഞാൻ നിൽക്കുന്നത് കാലിക്കറ്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നിലവിൽ ഇപ്പം വലിയ തിരക്കൊന്നും കാണാനില്ല. പക്ഷേ രാവിലെ വലിയ തിരക്കായിരുന്നു. പ്രത്യേകിച്ച് ഈ രാവിലെ എല്ലാവരും നേരത്തെ വന്ന് വോട്ട് ചെയ്തു. പക്ഷേ പിന്നെ തിരക്ക് അധികമായപ്പോൾ പിന്നീട് ആളുകളൊക്കെ തന്നെ മടങ്ങിപ്പോയി. വൈകിട്ടോടു കൂടി വോട്ട് ചെയ്യാൻ എത്താം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ വോട്ട് ചെയ്ത്? വോട്ട് ചെയ്ത് വലിയ തിരക്കില്ല. രാവിലെ നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി. ഇപ്പം വന്നതാണ്. ഫാമിലി ഉണ്ടായിരുന്നു. എൻ്റെ വോട്ട് ഇവിടെ അല്ല, കുറ്റിച്ചറാണ്. ഫാമിലി ആയിട്ട് വോട്ട് ചെയ്യാൻ വന്നത്. രാവിലത്തെ തിരക്ക് കണ്ടിട്ട് ഉച്ചക്കത്തേക്ക് മാറ്റി വെച്ചതാണ്. ഉച്ചക്കത്തേക്ക് മാറ്റി വെച്ചാൽ ഫാമിലി കുട്ടികളുണ്ടായതിനെ കൊണ്ട് ഉച്ചക്കൊന്നും ഇവിടെ കാലിയായി. അപ്പം ഓക്കെയാണ്. എന്താണ് ഇത്തവണ എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്? ഒരു ട്രെൻഡ് UDF-നൊപ്പമാണ് എവിടെയായിട്ടും കാണുന്നത്. മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ഇറങ്ങാത്ത വോട്ടുകളെല്ലാം ഇറങ്ങി കണ്ടിരിക്കണം. എന്താണ് വോട്ടിംഗ് പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ നന്നായി UDF-ന് അനുകൂലമായിട്ടാണ് കാണുന്നത്. വോട്ട് ചെയ്തോ? കയ്യിൽ മഷിയൊക്കെ ഉണ്ടല്ലോ. വോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്തേ, ക്യാമറയിലേക്ക് കാണിച്ചു കൊടുത്തേ. ആർക്കാ വോട്ട് ചെയ്തേ? അപ്പം എന്തായാലും ഇപ്പം ചെറിയ കുട്ടികളൊക്കെ കുറെ അധികം ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കോർപ്പറേഷനിൽ കടുത്ത മത്സരം നടക്കുന്ന വാർഡാണ് ഞാൻ നിൽക്കുന്നത്. കുറ്റിച്ചിറ വാർഡിലാണ്. കാരണം കഴിഞ്ഞ തവണ അതായത് CPM ആണ് ഈ വാർഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ വർഷങ്ങളായിട്ട് ഇത് UDF-ന്റെ കൈവശം ഉണ്ടായിരുന്ന വാർഡാണ്. എന്നാൽ കഴിഞ്ഞ തവണ അത് LDF-ന്റെ കയ്യിലേക്ക് പോവുകയായിരുന്നു. ആ ഘട്ടത്തിൽ ഇത്തവണ ആ വാർഡ് തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. നമുക്കൊപ്പം ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥി കൂടി ചേരുന്നുണ്ട്. എന്താണ് പ്രതീക്ഷ? എങ്ങനെയാണ്? വളരെ നല്ല പ്രതീക്ഷയുണ്ട്. പോളിംഗ് നമ്മുടെ മേഖലയിൽ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. നല്ല വിശ്വാസം തവണ ഇടത് തന്നെ വരും. ഇടത് തുടർന്ന് നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. സ്ഥാനാർത്ഥിയാണ്, അപ്പം ഇടത് തന്നെ ആയിരിക്കും ഇത്തവണ എന്ന് പറയുന്നുണ്ട്. വോട്ട് ചെയ്തോ? ചെയ്തിട്ടില്ല, ചെയ്യാൻ പോവുകയാണ്. തിരക്ക് ഉണ്ടായിരുന്നു രാവിലെയൊക്കെ? ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ ഇപ്പം വന്നതേ ഉള്ളൂ. വേല കഴിഞ്ഞിട്ട് ഈ സമയം തിരക്ക് കുറയും. പക്ഷെ ഇവിടെയല്ല, എൻ്റെ വോട്ട് ആ സ്കൂളിലത്ര പോവാനും ഇതാ ഒരാളെ കാത്തിരിക്കുക. വോട്ട് ചെയ്തോ? ഈ സ്കൂളിൽ തന്നെയാണോ വോട്ട്? യെസ്, കോഴിക്കോട് നിന്നാണ് ഷഹദ് റഹ്മാൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.